ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ നവകേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെബ് റാലി കേന്ദ്രമന്ത്രി രമേശ് പൊക്രിയാൽ വെബ് റാലി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, പ്രജ്ഞാപ്രവാഹ് അഖില ഭാരതീയ സംയോജകൻ ജെ നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. आनंद संसार समुद्रतार नौकायिताभ्यां गुरुभक्तिदाभ्यां वैराग्य साम्राज्यद पूजनाभ्यां नमो नमः श्री गुरुपादुकाभ्यां कवित्ववाराशिनिशाकराभ्यां दौर्भाग्यदावाम्बुदमालिकाभ्यां दूरीकृतानम्र विपत्तिदाभ्यां नमो नमः श्री गुरुपादुकाभ्यां नताययो श्रीपतितां समीयुः कदाचिदप्याशु दरिद्रवर्याः मूकाश्च वाचस्पतितां हिताभ्यां नमो नमः श्री गुरुपादुकाभ्यां नमो नमः श्री गुरुपादुकाभ्यां नमो नमः श्री गुरुपादुकाभ्यां നോജിയെ ക്ഷണിക്കുന്നു. പ്രഖ്യാപിച്ചിട്ട് 3 മാസക്കാലത്തിൽ അധികമായി. 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭാരതത്തിൽ ഒരു പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. ഈ വിദ്യാഭ്യാസ നയത്തെ ഭാരതത്തിലുടനീളം എല്ലാവരും സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ 3 മാസമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വിദ്യാഭ്യാസ നയം സാധാരണക്കാരുടെ, വിദ്യാർത്ഥികളുടെ, നമ്മുടെ ഗ്രാമങ്ങളുടെ എല്ലാം ആശയ്ക്കും അഭിലാഷത്തിനും അനുസരിച്ചിട്ടാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സമൂഹം, പ്രത്യേകിച്ചും അക്കാദമിക സമൂഹം, സാധാരണ സമൂഹം ഈ വിദ്യാഭ്യാസ നയം പോസിറ്റീവായിട്ടുമാണ് ഇതിലൂടെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് നടപ്പിൽ വരുത്തേണ്ട സംസ്ഥാന സർക്കാർ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട രീതിയിൽ ഒരു ഭാവാത്മകമായ സമീപനമല്ല കൈക്കൊണ്ടുകൊണ്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിദ്യാഭ്യാസ നയം ഇന്ന് കേരളത്തിലെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു പ്രദേശമാണ് കേരളം. കാരണം പല കാര്യത്തിലും വിദ്യാഭ്യാസ രംഗത്ത് കേരളം ദേശീയ ശരാശരിയുടെ മുകളിലാണ്. അതേസമയത്ത് ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എംപ്ലോയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വികസനവുമായുള്ള കാര്യങ്ങളിൽ കേരളത്തിലെ വിദ്യാഭ്യാസം വേണ്ട സംഭാവന നൽകുന്നില്ല എന്ന് കേരള മാതൃകയുടെ പരാജയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒരുമിച്ച് ചേർന്ന് മൈ NEP കേരള എന്ന ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ NEP 2020 കേരള വെബ് റാലി എന്ന മഹാ വെബ് റാലി സംഘടിപ്പിക്കുന്നത്. ഇതിൽ സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, ഇതുവരെ മാനവശേഷി വികസന മന്ത്രിയായിരുന്നു. ഈ പുതിയ നയപ്രഖ്യാപനത്തോടുകൂടി അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്ന രീതിയിൽ ആ മന്ത്രാലയത്തിൻ്റെ പേര് മാറ്റി അതിൻ്റെ ആ മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽജിയാണ്. അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഇവിടെ വിളക്ക് കൊളുത്തി ശുഭാരംഭം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്തും നിറസാന്നിധ്യങ്ങളായിട്ടുള്ള രണ്ട് മഹൽ വ്യക്തികളാണ് അത് നിർവഹിച്ചത്. ഒന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ, അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജനസമൂഹങ്ങളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്വജീവിതം സമർപ്പിച്ച, നമ്മുടെ ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ച കുഞ്ഞോൻ സാർ നമ്മുടെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മുടെ കൂടെ കേരളത്തിൻ്റെ അഭിമാനമായ, കേരളത്തിലെ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് നിറസാന്നിധ്യമായ, ഇന്ന് കേരളത്തിൻ്റെ അഭിമാനമായ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ V മുരളീധരൻജി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മോട് ജോയിൻ ചെയ്യുന്നത്. മറ്റൊന്ന്, ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് കാസർഗോഡുള്ള കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ, അദ്ദേഹം ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ഏതാനും മാസമായിട്ട് ഇന്ന് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലർ ശ്രീ വെങ്കടേശ്വരലു, അദ്ദേഹത്തെയും ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ശ്രീ J നന്ദകുമാർ അദ്ദേഹമാണ്. അദ്ദേഹം പ്രജ്ഞാപ്രവാഹ് എന്ന പ്രവർത്തനത്തിൻ്റെ ദേശീയ സംയോജകനാണ്, എഴുത്തുകാരനാണ്, വാഗ്മിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ വിവിധ സർവകലാശാലയിലെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർമാർ, അതുപോലെ തന്നെ മുൻപ് നമ്മുടെ സർവകലാശാലയുടെ നേതൃത്വം നൽകിയ വൈസ് ചാൻസലർമാർ, അവരും നമ്മുടെ കൂടെ ഉണ്ട്. ഡോക്ടർ K മോഹനൻ സർ, അദ്ദേഹം കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറാണ്. കോഴിക്കോട് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം സർ, അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ശ്രീ J ഗോപകുമാർ സർ, അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യ വിദഗ്ധനും കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാനുമായിരുന്ന TP ശ്രീനിവാസൻ സാർ, കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന VK രാധാകൃഷ്ണൻ സാർ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായിരുന്ന K ജയപ്രസാദ് സാർ തുടങ്ങിയവരും നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നിരവധി വർഷമായിട്ട് ഭാരതീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ശിവഗിരിയിലെ സ്വാമി ശാരദാനന്ദ സ്വാമിജികൾ, അതുപോലെ തന്നെ വിവേകാനന്ദ മിഷൻ രാമകൃഷ്ണ മിഷൻ്റെ സ്വാമി സദ്ഭാവാനന്ദ സ്വാമികൾ, അമൃത മഠത്തിൻ്റെ സ്വാമിജി ജ്ഞാനാത്മാനന്ദ സ്വാമികൾ, അതുപോലെ തന്നെ നമ്മുടെ ചിന്മയ മിഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിവേകാനന്ദ സ്വാമികൾ തുടങ്ങിയ പ്രമുഖ വ്യക്തികളും നമ്മോടൊപ്പം ഉണ്ട്. വിദ്യാഭാരതിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ PK മാധവൻ സാർ, വിദ്യാഭാരതിയുടെ ദേശീയ സെക്രട്ടറി ശ്രീ NCT രാജഗോപാൽ സാർ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ നിരവധി പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള വ്യക്തികളും ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ ഈ പരിപാടി ജനം TV-യിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലെയും വീക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് കേരളീയരെ മുഴുവൻ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. Accepted by all the dignitaries, and actually we have started working after the action plan was initiated by the Central University of Kerala.
My hearty congratulations to the organizers for this wonderful thought. We have Vinodji here, Anil Mohanji I see here, and many distinguished personalities here, Mohanan, Salam, Gopakumarji, my predecessor, T.P. Srinivasanji, Radhakrishnan and Jayaprasad and Gopakumar, State President, NTU, all these people I welcome, and my congratulations for the wonderful program that is initiated in the state of Kerala. I hope it will be a very distinct program and maybe other states also will follow. If because of the pandemic that we are not able to take up any rally kind of a thing, but this web rally is a wonderful idea that we have launched, and I'm really glad that I am associated with this kind of program. And I'm just learning Malayalam. I am in the land of Kerala. Let me say that Ellarak Namaskara and Enaki programmil പങ്കെടുക്കും സ്വാധിച്ചിത്തൽ സന്തോഷമുണ്ടു. A program in Nan Ella Ashampakal Nirunu. I'm sure that I have said at least 70-80% right about Malayalam. I'm learning Malayalam. Then to give a few points in the presidential address, I have certain very important elements. We have been discussing all over the country in the last 2 months, ever since the policy was approved by the cabinet, ever since the policy is released into the country, that the fruit is born, the fruit has come. Thanks to the effort of Honorable Minister Ramesh Pokhriyalji and his entire team under the chairmanship of Kastur Ranganji, the entire draft team, wonderful effort for about a few years, and many people were taken into confidence and many ideas across the country were taken. Actually, this is one of the distinct policies where a policy emerged out of the interaction and responses of the people of the country. That is from grassroots level, from village level to the university level to the policy making level. The policy was developed, enunciated, and also released. So now the fruit is in our hands, and I'm sure the NEP is developed with an intention to recover from the earlier, I would say, mistakes or earlier deficiencies. The last 6 decades of the governance, though we are about 70 years plus, but still we have been talking about 2 important shortages. The quantity of education has been deficient. That is still, our GER ratio is very less, and also the quality of education is questionable. That is, there was no comprehensiveness in the earlier education policies, and the earlier education policy never looked at the human building and nation building, knowledge society, and bringing back culture and human personality into the society and making human being a societally useful personality in the country. So this is actually the background. There is a deficiency, and the deficiency is being filled up now, and there is a new trial, there is a new attempt to really unite, to integrate the Indian culture and Indian ethos, Indian philosophy into the system, because I understand very strongly that education is only the vehicle that can change the society. Education is only the medium that can really bring and empower the society and bring happiness to the society. That's where probably in the past we had faltered. But thanks to the new education policy, I'm sure we have made a beginning. The first success we have achieved thanks to the Honorable Prime Minister, thanks to Honorable Minister of Education and the entire team for placing a wonderful national education policy in the hands of the country. I'm sure to now give you a very first little summary of the policy is aiming at a vibrant India, a knowledge India, and a powerful India through a change in the one of the dominant sectors. That's what I would say is an educational sector.
That is, there are four components which need the merit, which need the attention of all the educationists and all the laypersons and also all the institutional networks in the country. The four important facets of national education policy, first to begin with, is the comprehensive nature of the policy. The policy is not looking in bits and pieces. The policy is not just looking at one higher education unit or let us say one research, but the policy is looking at about a 2-decade educational training and experience for a person starting from 3 years. There are studies and we have our own experiences that the learning starts right from probably the age of 2. Observation starts from the age of 1 and the learning starts from the age of 3. Now that's what exactly the NEP 2020 is looking at. How do we have a continuum of educational experience and empowerment of a person from the age of 3 years to the age of research, to the age of PhD. So it's all interlinked. It is not segmented approach. Therefore, the main distinction of the national education policy is to develop the human capacity intellectually, culturally, and I'm sure that this kind of comprehensiveness of the national education policy will result in what India wants today. What India wanted and what probably there is deficiency. Now what India wants for the next 2 to 3 decades in the light of changing environment, in the light of changing cultural environment, in the light of technological environment, now there has to be a change. And where the change has to begin from the education and also from the birth time. That is, from the 3 years is the educational birth of a child. So that's where the education has to start. We are very happy. The educationists all over the country are very happy and excited. In fact, the NEP 2020 is placing a lot of challenge on the educational sector, lot of challenge on the vice chancellors, that now vice chancellors are tasked, they have to be tasked with the responsibility of tuning with the new educational policy. Tuning in the sense, what are the components of national education policy, how the components are to be integrated, how the components are to be planned, how the components of national education policy to be implemented at the university level is the task before the all vice chancellors, all educationists, all policymakers, and also it is the need of the hour that we conduct such web rallies or whatever the rallies that in order to bring awareness that national education policy is the one which can really bring in some empowerment and say it can bring in knowledge society. I'll just mention briefly, because this is not a very lengthy speech. I want to set the direction and tone for the web rally that is being organized. There are 4-5 important components of the national education policy that all have been talking about. The first important thing is innovation and multidisciplinary approach. We are segmented now by department. We say like, science departments, physics and chemistry, physics is different, chemistry is different. So we have a segmented approach, but a totality of the personality comes through an integrated approach where multidisciplinarity is the most important thing, which makes a totality and aggregateness, and that aggregateness leads to perfection. That is the realization of the policy. Then second is mentoring. Mentoring is the most important aspect of Indian culture. We are mentored. Whoever is here, probably we are all mentored at different levels, at school level, maybe not systematically, maybe not putting on paper, but definitely I can say with confidence, I'm sitting here as the Vice Chancellor because I'm mentored by people, I'm mentored by institutions, I'm mentored by organizations, I'm mentored by the system. So the important distinctive feature of the educational policy is mentoring. I'm very happy about the mentoring and also giving autonomy to the
institutions, that is where the faculty gets full autonomy in developing the curriculum, developing the teaching methods, developing the students, and large colleges are built up. And then another important aspect which I talk about is policy has laid down clear-cut goals, clear-cut targets. So policy wants, this is what is your NEP, I want to achieve 50% target. That is my GER, gross enrollment ratio should be 50%. I'm going to increase the budget on expenditure this much. I'm going to establish one research foundation. That's where we want to address the quality of education in crystal clear terms. So policy now is to be translated into action plan. I'm sure all universities are working out. I think recently UGC also has constituted some 8 or 9 committees for the action plan. And therefore, I'm hopeful and I'm confident and I want to be a part of the implementation of national education policy in India, from time to time, and I'll be happy to associate, and I'll be more happy that we roll out. Today only we held meetings of deans. We are trying to develop 2 courses, multidisciplinary courses, which I said, which are globally acceptable. And I'll be very happy that, I would like to initiate the NEP 2020 implementation part from the land of Kerala, which is known for, many educational feats, I would say, many educational advancements. The Central University of Kerala is in Kerala, and I'll be very happy to initiate many of the things. The last point I would like to talk about NEP is the most important point, even more important than science, is community engagement. Now, community engagement is taking the student nearer to the society. കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി മുരളീധരൻജി, ആദരണീയനായ അധ്യക്ഷൻ, ഇന്നീ വെബ് റാലിയിൽ എത്തിച്ചേർന്നിട്ടുള്ള വൈസ് ചാൻസലർമാരെ, ആദരണീയരായ വൈസ് ചാൻസലർമാരെ, മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണരെ, ഈ മഹത്തായ സങ്കല്പം സമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ച് ഈ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം, അത് എൻ്റെ വിദ്യാഭ്യാസ നയമാണ് എന്ന മഹത്തരമായ അത്യുന്നതമായ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറായി സന്നദ്ധരായി ഇത്തരമൊരു പരിപാടി വിഭാവനം ചെയ്ത സഹപ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് വളരെ പരിമിതമായ ഒരു ഈ NEPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ വ്യക്തമാണ്. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 73 വർഷങ്ങളായി സ്വതന്ത്ര ഭാരതത്തിന്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ് എങ്കിലും നമ്മൾ എപ്പോഴും ഒരു യഥാർത്ഥ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. 2 കാരണങ്ങൾ ഇതിന് ഉണ്ടാകാം. ഒന്നുകിൽ വളരെ കൃത്യമായ, വ്യക്തമായ, സ്വദ്ദേശ്യപൂർണമായ ഒരു വിദ്യാഭ്യാസ നയം നാളിതുവരെ നമുക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ വളരെ വ്യക്തമായ, കൃത്യമായ നയങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തേതാണ്. നാളിതുവരെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ ചിന്തിക്കാൻ കഴിവുറ്റ ഒരാളും നമ്മളെ നയിച്ചിട്ടില്ല എന്നൊന്നും കരുതുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി, രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മുന്നിലേക്ക് വയ്ക്കുന്ന ആ ആശയത്തെ നടപ്പിലാക്കാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. എത്രയോ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, അത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തുടങ്ങി, അല്ലെങ്കിൽ പ്രഗത്ഭനായ ഡോക്ടർ കൊഠാരി
അടക്കമുള്ള ആൾക്കാർ നമ്മുടെ മുമ്പാകെ വളരെ വ്യക്തമായ മാർഗദർശനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അവയൊന്നും അതിന്റെ പരിപൂർണതയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടെ പല അർത്ഥത്തിലും ഒരു പാരഡൈം ഷിഫ്റ്റ് നടക്കുകയാണ്. അത് ഭരണ നേതൃത്വത്തിന്റെ കാര്യത്തിലായാലും നയരൂപീകരണത്തിന്റെ കാര്യത്തിലായാലും ഒരു വലിയ പാരഡൈം ഷിഫ്റ്റ് സംഭവിക്കുന്നു. അതാണ് ഈ പോളിസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശാവഹമായ ഒന്ന്. സുപ്രധാനമായ കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ നയം ഇന്ത്യ കേന്ദ്രിതമായ അവസ്ഥയിൽ നിന്ന് ഭാരത കേന്ദ്രിതമായ ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. നാളിതുവരെയുള്ള വിദ്യാഭ്യാസ സംവിധാനത്തെ നയിച്ച ആൾക്കാര് ഇന്ത്യക്കാരായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതി ഇന്ത്യ കേന്ദ്രിതമായ ഒന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നടപ്പിലാക്കും എന്ന് ഉറപ്പ് എങ്ങനെ വരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയവും പരിമിതമാണ്. ഇപ്പോഴത്തേത് ഭാരത കേന്ദ്രിതമാണ് എന്ന് അതിശക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ NEP അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കതിന്റെ ആറാം പുറത്തില് ദ വിഷൻ ഓഫ് ദ പോളിസി, അതിൽ ശക്തമായ ഭാഷയിൽ തന്നെ ഇത് ഭാരത കേന്ദ്രിതമാകുന്നു എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 1000 വർഷങ്ങളായി ലോകത്ത് ഇത്രയേറെ നീണ്ട ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള രാഷ്ട്രം ഉണ്ടാകുമോ എന്ന സംശയമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം 150-200 വർഷക്കാലത്തേതായിരുന്നില്ലല്ലോ. അത് ചുരുങ്ങിയത് 1000 വർഷമായിട്ടെങ്കിലും നടക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടങ്ങളിൽ അന്ന് നമ്മളെ ഭരിച്ചു പോന്നിരുന്നതായ ആൾക്കാർ, പലയിടങ്ങളിലായി പല കേന്ദ്രങ്ങളിലായി ഭരിച്ചിരുന്ന ആൾക്കാർ, അവർക്കൊരിക്കലും ഭാരതത്തിന് ഭാരതീയമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് വ്യത്യാസം വരികയാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് വിദ്യയെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ അത് പ്രജകൾക്കെല്ലാവർക്കും, എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ലഭിക്കേണ്ടതാണ്. അവരവരുടെ താല്പര്യവും രുചിയും അനുസരിച്ചുള്ള വിദ്യാഭ്യാസം അതിന്റെ പരിപൂർണതയിൽ ലഭിക്കേണ്ടതാണ് എന്ന സങ്കല്പമുണ്ട്. അത് ഒരിക്കൽ കൂടി വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു ഈ വിദ്യാഭ്യാസ നയം. ഭാരത കേന്ദ്രിതമാകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭാരതത്തിന്റെ ജ്ഞാന പരമ്പരയ്ക്ക്, അവർ നോളജ് ട്രഡീഷൻ, അതിന് മുഖ്യമായ സ്ഥാനം നൽകുന്നു എന്നതാണ് അതിലേറ്റവും ആകർഷകമായ, ഏറ്റവും അനുകരണീയമായ ഒരു വശം എന്ന് മനസ്സിലാവുകയാണ്. ഭാരതത്തിൽ നിലനിന്ന് പോന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ കടന്നു പോന്നിട്ടാണല്ലോ ഗണിതശാസ്ത്രത്തിലായാലും ജ്യോതിശാസ്ത്രത്തിലായാലും ഇനി ലോഹശാസ്ത്രത്തിലായാലും വൈദ്യശാസ്ത്രത്തിലായാലും ഒക്കെ ലോകത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതായ പതഞ്ജലി ആയാലും പാണനി ആയാലും ചരകനായാലും സുശ്രുതനായാലും ആര്യഭട്ടനായാലും ഭാസ്കരാചാര്യനായാലും ഒക്കെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ആ സമ്പ്രദായത്തിന്, ആ വ്യവസ്ഥിതിക്ക്, ആ ജ്ഞാന പാരമ്പര്യത്തിന് മഹത്വമുണ്ട് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് ആണ് ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഒന്നാമതായിട്ട് സൂചിപ്പിക്കാനുള്ളതായ വസ്തുത. രണ്ടാമത്തെ, ഈ പാരഡൈം ഷിഫ്റ്റ് പലപ്പോഴും സിംബോളിക് കൂടിയാണ്, പ്രതീകാത്മകങ്ങൾ കൂടിയാണ്. അതിൽ ഏറ്റവും മുഖ്യമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പേര്. ഈ NEP നടപ്പിലാക്കിയതോടുകൂടി സെക്ഷൻ 25(2) നമ്മുടെ വകുപ്പിന്റെ പേര് തന്നെ മാറ്റിയിരിക്കുന്നു. മാനവ വിഭവശേഷി വികസന വകുപ്പ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, എങ്ങനെയായിരുന്നുവല്ലോ ഈ വകുപ്പിന്റെ പേര് നിലവിലിരുന്നിരുന്നത്. അതൊരു അടിസ്ഥാനപരമായ ആശയവൈരുദ്ധ്യത്തിന്റെ പ്രശ്നമാണ്. ഭാരതത്തിന്റെ വിദ്യാസങ്കല്പം എന്ത് എന്ന് മനസ്സിലാക്കാത്തവർ മാത്രമേ മനുഷ്യനെ ഉൽപാദനത്തിനുള്ള ഒരു വിഭവമായി കാണുകയുള്ളൂ. ഭാരതീയമായ ആധ്യാത്മിക പാരമ്പര്യത്തിൽ യാതൊരു വിധമായ വിശ്വാസമില്ലാത്തവർ മാത്രമേ വിദ്യാഭ്യാസത്തെ സമ്പദ് നിർമ്മാണത്തിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്ന പ്രക്രിയയായി കാണുകയുള്ളൂ. അങ്ങനെ കാണുന്നവർക്ക് മാത്രമേ
ഉൽപാദനത്തിന്റെ വിഭവമായിട്ടോ വിദ്യാഭ്യാസത്തെ സമ്പദ് നിർമ്മാണത്തിന്റെ സമ്പദുത്പാദനത്തിന്റെ അതിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്നതായ, അതായത് എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രക്രിയയായി വിദ്യാഭ്യാസത്തെ കാണുകയുള്ളൂ. അപ്പോൾ മാത്രമേ മാനവ വിഭവശേഷി എന്ന് പറയുവാൻ സാധിക്കുള്ളൂ. അവിടെ തന്നെ മൗലികമായ വ്യതിയാനം വരികയാണ് ഈ പേര് വ്യത്യാസത്തിലൂടെ എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഇത് സൂചിപ്പിക്കാനുള്ള കാരണം അത് ആ പ്രതീകാത്മകമായ മാറ്റം, ടേംസ് സാധാരണഗതിയിൽ പറയും ടേംസ് മാറ്റർ, ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആംഗല ഭരണം, കൊളോണിയൽ ഭരണം ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് അവരേറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി വാക്കുകളെ നിർമ്മിച്ച് നമ്മുടെ മുമ്പാകെ അവര് തന്നിരുന്നു. അപ്പോ വാക്കിൽ വരുന്ന മാറ്റം, വിദ്യാഭ്യാസ വകുപ്പ് എന്ന നിലയിലേക്ക് അതിന് വ്യത്യാസം വരുമ്പോൾ ആ പൗരാണികമായ സങ്കല്പം അത് തിരികെ വരുന്നതായി നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ സന്തോഷിക്കാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം മുക്തിയോ ആനന്ദമോ അത് ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണ്. അത് തിരികെ നൽകാൻ ഈ നാമവ്യത്യാസത്തിലൂടെ തന്നെ, സംജ്ഞാവ്യത്യാസത്തിലൂടെ തന്നെ സാധിക്കും. അതിലേക്കൊരു പ്രേരണ ലഭിക്കും എന്ന് കരുതുകയാണ്. മൂന്നാമത്തെ മുഖ്യമായ ഒരു പാരഡൈം ഷിഫ്റ്റിന്റെ ഉദാഹരണമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പഠിതാവിനെ, വിദ്യാർത്ഥിയെ ആജന്മ പഠിതാവായി കാണുകയാണ്. ലൈഫ് ലോങ് ലേണറാണ്. നാളിതുവരെ ഒരു ഗ്രാജുവേഷൻ കഴിയുന്നതോടുകൂടി പഠനം അവസാനിപ്പിക്കുന്നു എന്നൊരു സങ്കല്പം അങ്ങനെ ഒരു പോളിസിയിലും പറഞ്ഞിട്ടുണ്ട് എന്നല്ല, പക്ഷെ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയായിരുന്നു. പക്ഷേ മൂന്നാം പുറത്തിലെ 4-ാം ഖണ്ഡിക വായിച്ചാൽ, ഞാൻ ആ പാരഡൈം ഷിഫ്റ്റിന്റെ ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് വായിക്കുമ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുക, ലേൺ ഹൗ ടു ലേൺ, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചെറുപ്രായത്തിൽ തന്നെ, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ പ്രാഥമിക പഠന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ, പണ്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിരുന്ന ആ കാലഘട്ടം മുതലേ തന്നെ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തുടരേണ്ടതാണ് വിദ്യാഭ്യാസ പ്രക്രിയ എന്ന വസ്തുതയെ മനസ്സിലാക്കിക്കൊണ്ട് ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കേഴ്സ് ആയിട്ട് ഓരോ കുട്ടിയെയും വളർത്തിയെടുക്കുക. ഏത് വിഷയത്തിനെയും അപഗ്രഥനാത്മകമായി പഠിക്കുകയും സൃജനാത്മകമായി ചിന്തിക്കുകയും ചെയ്യാം. അപഗ്രഥിച്ച് നിർമ്മാണാത്മകമായി, സൃജനാത്മകമായി സർഗക്രിയയ്ക്ക് കഴിയുന്ന വിധത്തിലുള്ള ചിന്തകരായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇതിന്റെ ഉള്ളിൽ മുന്നോട്ട് വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും ഇംപ്ലിമെന്റേഷനെ കുറിച്ച് ബഹുമാനനായ അധ്യക്ഷൻ സൂചിപ്പിച്ചു. ആ ഇംപ്ലിമെന്റേഷന്റെ പ്രാഥമിക ആ നടപടിയായ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് രൂപപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മുഖ്യമായ ഊന്നൽ ഈ വസ്തുതയ്ക്കായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, മറ്റൊരു പ്രധാനപ്പെട്ട 4-ാമത്തെ മുഖ്യ ബിന്ദുവായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വിദ്യാർത്ഥിയെ അവന്റെ അല്ലെങ്കിൽ അവളുടെ വേരുകളിൽ നിന്ന് പിഴുതുമാറ്റാത്തതായിട്ടുള്ള അധ്യാപന കലയെയാണ്, ഒരു പെഡഗോഗിക് സിസ്റ്റത്തെയാണ് ഈ NEP മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കലും അവന്റെ സാംസ്കാരികമോ പാരമ്പര്യത്തിന്റെയോ ഒക്കെ ആയിട്ടുള്ള ആ മൂല്യാധിഷ്ഠിതമായ വേരുകളിൽ നിന്ന് അടർത്തി മാറ്റാത്ത വിധത്തിലുള്ള വിദ്യാഭ്യാസം നൽകുവാനുള്ള പരിശ്രമം നടക്കുകയാണ്. അതിനുവേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജ്ഞാന പരമ്പരയിൽ മുന്നോട്ട് വയ്ക്കുന്നതായ ആശയങ്ങളെ അതിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പഠിച്ചിരുന്ന, വളർന്നിരുന്ന ആ സമ്പ്രദായത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു. വളരെ കൃത്യമായ ആ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4-ാം പേജിലെ 2-ാം പാരഗ്രാഫിൽ അതിന്റെ ശക്തമായ പ്രഖ്യാപനം നടത്തുകയാണ്. ഇപ്പൊ ഭാരതീയ പാരമ്പര്യത്തിൽ ജ്ഞാന പരമ്പരയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ദ്വീപായി മാറുന്നതിന് വേണ്ടിയിട്ടല്ല, ആഗോള തലത്തിലെ ഏത് വിദ്യാവ്യവസ്ഥയോടും കിടപിടിക്കുവാൻ കഴിയുന്ന ശാസ്ത്രീയവും ആധുനികവുമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ സ്വന്തം വേരുകളിൽ നിന്ന് പിഴുതുമാറ്റാത്ത വിധത്തിലുള്ള ഒന്നായിരിക്കും നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് മനസ്സിലാക്കുകയാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിക്കുവാനുള്ളത്,
ഈ ഭാരതീയമായ അർത്ഥത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അധ്യാപകനെ, ആചാര്യനെ വീണ്ടും വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് അങ്ങേയറ്റത്തെ ആദരവോടുകൂടി, ഞാനിവിടെ കേവലം ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, ബിന്ദു മാത്രം പറയുകയാണ്. അധ്യാപകൻ അല്ലെങ്കിൽ ആചാര്യനെ എന്നും വിദ്യയുടെ കേന്ദ്രസ്ഥാനത്ത് ആചാര്യനായിരുന്നു. ആചിനോതി ശാസ്ത്രാണി, ശാസ്ത്രത്തെ ആചരിച്ച് കാണിക്കാൻ കഴിയുന്ന അധ്യാപകർ അവരായിരുന്നു വിദ്യയെ നയിച്ചിരുന്നത്. അത് വീണ്ടും ആ അർത്ഥത്തിലാണ് നേരത്തെ മെന്റോറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ചത്. മെന്റോർ ചെയ്യാൻ കഴിയുന്ന ഗുരുവിന്റെ തലത്തിലേക്ക് അധ്യാപകനെ വളർത്താൻ, അതിനെക്കുറിച്ചാണ് തുടക്കത്തിൽ 5-ാം അധ്യായത്തിലും പിന്നീട് 15-ാം അധ്യായത്തിലും പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലും ഈ വസ്തുത വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് സമ്പ്രദായത്തെ തന്നെ അടിമുടി ഉടച്ചു വാർക്കുന്ന ഒരു സമീപനം കൂടി ഇതിനകത്ത് കാണാം. അതിന്റെ മുഖ്യ കാരണം ആചാര്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്നതാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതിയും സെപ്റ്റംബർ 11-ാം തീയതിയും ആദരണീയനായ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലെ അധ്യാപകരെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. ഈ വാഗ്ദാനമാണ്, ഈ ആശയത്തെ, ഈ നയത്തെ നടപ്പിലാക്കുമെന്ന ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ആചാര്യന്റെ കേന്ദ്രസ്ഥാനത്തുള്ള പ്രതിഷ്ഠ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 6ാമത്തെ ഒരു ബിന്ദു എനിക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത് ഭാഷയെ സംബന്ധിച്ചുള്ള സമീപനം മാറുന്നു എന്നതാണ്. ഭാരതം ഒരു ഭാഷാക്ഷേത്രമാണ്. ഭാരതം മുഴുവൻ ഒരു ഭാഷയുടെ മേഖലയാണ്. എ ലാംഗ്വേജ് സോൺ ആണ് എന്നതാണ് അതിപുരാതന കാലം മുതലുള്ള നമ്മുടെ സങ്കല്പം. എല്ലാ ഭാഷകളും അവരവരുടെ ലോക്കൽ ലാംഗ്വേജസ്, നമ്മുടെ ഭാഷകൾ, അത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു പല അർത്ഥത്തിലും. ഘടന തുടങ്ങി വ്യാകരണം വരെ, വാക്കുകൾ വരെ, വാക്കുകളുടെ മൂലം അന്വേഷിച്ചു പോയാൽ, ധാതു അന്വേഷിച്ചു പോയാൽ അവിടെയെല്ലാം പരസ്പര ബന്ധം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ആ ബന്ധത്തിന്റെ മുഖ്യ കാരണം, ചിലർക്കൊന്നും അത് പറയുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും, സംസ്കൃതമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രാഥമിക ക്ലാസ്സുകളിൽ മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസത്തിന്, പ്രാദേശിക ഭാഷയ്ക്ക്, ഗൃഹഭാഷയ്ക്ക്, മാതൃഭാഷയ്ക്ക് ആദ്യമായി ഇത്രയേറെ ഊന്നൽ കൊടുക്കുന്ന ഒരു പോളിസി വരികയാണ്. അത് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. ത്രിഭാഷാ സമ്പ്രദായത്തിൽ ഒരു വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യം, ഔദ്യോഗികമായി ഭാരതത്തിലെ ഒരു സംസ്ഥാന സർക്കാരും ഈ ത്രിഭാഷാ പദ്ധതിയെയും മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തെയും എതിർക്കുന്നില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ വ്യക്തിയെ, അടുത്ത ബിന്ദു, വിദ്യാർത്ഥിയെ ഒരു സമഗ്ര വ്യക്തിത്വമായി കണ്ടുകൊണ്ട് ആ വ്യക്തി എന്ന നിലയിൽ അവന്റെ മാനസിക, ശാരീരിക, ബൗദ്ധിക, അതേപോലെ ആധ്യാത്മികവുമായ ഉള്ളടക്കത്തിന്റെ വികാസത്തിന് അനുകൂലമായ വിദ്യാഭ്യാസത്തെ വാർത്തെടുക്കുന്നതിനാണ് NEP മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതിന് മാനസിക, ശാരീരിക ആരോഗ്യം പ്രബലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇംപ്ലിമെന്റേഷന്റെ തലങ്ങളിലേക്ക് എത്തുമ്പോൾ അതുണ്ടാകണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എനിക്ക് മൊത്തത്തിൽ 10 ബിന്ദുക്കൾ ഈ പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കാനുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച്, 3 വർഷ ഡിഗ്രി അത് 4 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യത്തിലായാലും, ഗവേഷണ രംഗത്ത് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായാലും, ഗവേഷണ തലങ്ങളിലേക്ക് അധികമായ സാമ്പത്തിക സഹായം എത്തുന്നതിനെ കുറിച്ചായാലും, ഏതായാലും ഞാൻ അതിലേക്ക് എല്ലാം ദീർഘമായി കടന്നു പോകുന്നില്ല. പരിപൂർണമായും ഭാരത കേന്ദ്രിതമായ ഒരു വിദ്യാഭ്യാസ നയം, അത് ഭാഷാധ്യയനത്തിന്റെ കാര്യത്തിലായാലും, മാധ്യമ നിർദ്ധാരണത്തിന്റെ കാര്യത്തിലായാലും, ആചാര്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന കാര്യത്തിലായാലും, ഭാരതീയ ജ്ഞാന പരമ്പരയെ ആഗോള അധ്യയന നിലവാരത്തിനും അപ്പുറത്തേക്ക് എത്തുന്ന, അതിനോട് കിടപിടിച്ച് അതിനും അപ്പുറത്തേക്ക് എത്താൻ കഴിയുന്ന വിധത്തിലേക്ക് ഏതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണോ ചരകനെയും സുശ്രുതനെയും നാഗാർജുനനെയും ആര്യഭട്ടനെയും ഒക്കെ സൃഷ്ടിച്ചത്, ആ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കത്തെ എടുത്തിട്ട് ആധുനികമായ സമ്പ്രദായങ്ങളെ കുറി കൂട്ടിയിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ദൃഢനിശ്ചയമാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കാണുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ
വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭന്മാരായ വ്യക്തികൾക്ക് സാധിക്കണം. അതിന് നമുക്കെല്ലാവർക്കും സർവേശ്വരൻ സരസ്വതി മാതാവ് നമുക്കെല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അക്ഷരദേവതയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. വന്ദേ മാതരം. നന്ദി ശ്രീ നന്ദകുമാർജി. അടുത്തതായിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ മുരളീധരൻ. 40 വർഷത്തിലേറെയായി വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തന പരിചയം. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ കേരള സംസ്ഥാന സംഘടനാ സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഭാരതീയ ജനതാ പാർട്ടി കേരള സംസ്ഥാന പ്രസിഡന്റ്, നെഹ്റു യുവ കേന്ദ്ര ദേശീയ വൈസ് ചെയർമാൻ, ഡയറക്ടർ ജനറൽ എന്നീ നിലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി. 2019 മുതൽ കേന്ദ്ര മന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെയും പാർലമെന്ററി കാര്യ വകുപ്പിന്റെയും സഹമന്ത്രിയായി സേവനം അനുഷ്ഠിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ നവകേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന ഈ മഹാവെബ്രാലിയെ അഭിസംബോധന ചെയ്യുവാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ടി മുരളീധരൻജിയെ നമ്മുടെ മുരളിയേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ വെബ്രാലിയുടെ അധ്യക്ഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയുടെ വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കടേശ്വർലു അവർകൾ, ആമുഖമായി സംസാരിച്ച ശ്രീ ജെ നന്ദകുമാർജി, ഈ വെബ്രാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാന്യനായ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ രമേശ് പൊഖ്രിയാൽ നിശങ്ക് ജി, ഈ പരിപാടിയുടെ മറ്റ് സംഘാടകർ, പ്രമുഖരായിട്ടുള്ള മറ്റ് നിരവധി ആളുകളെ ഞാൻ സ്ക്രീനിൽ കാണുന്നു. ശ്രീ സജിനാരായണൻ, ശ്രീ ഡോക്ടർ ജയപ്രസാദ് ഉൾപ്പെടെ ഡോക്ടർ ഗോപകുമാർ, NCT രാജഗോപാൽ, അങ്ങനെയുള്ള നിരവധി ആളുകളെ ഞാൻ സ്ക്രീനിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദേശീയ വിദ്യാഭ്യാസ നയം, ഒരു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷം അത് സംബന്ധിച്ചിട്ടുള്ള ധാരാളം ചർച്ചകൾ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് സ്വതന്ത്ര ഇന്ത്യയിലെ മൂന്നാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയമാണ്. 1968 ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കപ്പെടുന്നത്. 64-66 കാലഘട്ടത്തിൽ രൂപീകൃതമായി പ്രവർത്തിച്ച കോഠാരി കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് 1968 ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ള പേരിൽ പ്രഖ്യാപിക്കപ്പെടുന്നത്. പിന്നീട് 1986 വീണ്ടും അടുത്ത വിദ്യാഭ്യാസ നയമുണ്ടായി. അത് 92 ചില മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. പക്ഷേ പ്രത്യക്ഷത്തിൽ 34 വർഷങ്ങൾക്ക് ശേഷം വിദ്യാഭ്യാസ നയം വീണ്ടും പ്രഖ്യാപിച്ചപ്പോൾ കഴിഞ്ഞ കാല വിദ്യാഭ്യാസ നയങ്ങളും ഈ വിദ്യാഭ്യാസ നയവും തമ്മിൽ പല കാര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. 68-ലും 86-ലെയും വിദ്യാഭ്യാസ നയങ്ങൾ, 86-ൽ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ വിദ്യാർത്ഥി പരിഷത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമായതുകൊണ്ട് ആ കാലത്തുണ്ടായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞത് ഈ വിദ്യാഭ്യാസ നയത്തിന് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, 68-ന്റെ 6ഉം 8ഉം അതിന്റെ സ്ഥാനം മാറ്റിയിട്ടു എന്നുള്ളതല്ലാതെ ഈ വിദ്യാഭ്യാസ നയത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം 68-ലെ വിദ്യാഭ്യാസ നയത്തിൽ എന്തൊക്കെയാണോ വിഭാവനം ചെയ്തിരുന്നത്, ആ വിഭാവനം ചെയ്തിരുന്നതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നടപ്പിലാവാത്ത സാഹചര്യത്തിൽ
അതിനെ ഒരു പുതിയ രൂപത്തിൽ വീണ്ടും അവതരിപ്പിക്കുക മാത്രമാണ് 86-ലെ വിദ്യാഭ്യാസ നയത്തിലൂടെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകളിൽ പൊതുവെ വിമർശനാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഈ തവണത്തെ വിദ്യാഭ്യാസ നയം രാജ്യവ്യാപകമായിട്ട് സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരുപക്ഷെ ഈ വിദ്യാഭ്യാസ നയത്തിന്റെ രൂപീകരണത്തിന്റെ പിന്നിൽ നടന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെയും പഞ്ചായത്ത് തലം തൊട്ട് പാർലമെന്റ് വരെയുള്ള വിവിധ തലങ്ങളിൽ നടന്ന വളരെ സജീവമായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ, ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഈ നയം രൂപീകരിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നയത്തിനെതിരായിട്ട് കാതലായിട്ടുള്ള വിമർശനങ്ങളൊന്നും തന്നെ ഉയർന്നു വന്നിട്ടില്ല. അതുമാത്രമല്ല, ശ്രീ നന്ദകുമാർജി സൂചിപ്പിച്ചു, വിദ്യാഭ്യാസത്തിൽ ഈ നാടിന്റെ സംസ്കാരവുമായിട്ടും പാരമ്പര്യവുമായിട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷത്തുള്ളവരുൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ ഞാൻ ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം, ഒരു വിദ്യാഭ്യാസ നയം. ആ വിദ്യാഭ്യാസ നയമാണ്